ബട്ടർ സ്കോച്ചിൻ്റെ ഒരു കേക്കാണ് ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത്. ഏതാണ്ട് ഒരു കിലോൻ്റെ അടുത്ത് തൂക്കം വരുന്ന ഒരു കേക്കാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിനായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1-2 പിഞ്ച് സോൾട്ടും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊരു 3 തവണ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അരിച്ചെടുത്ത ശേഷം നമുക്കിതിൽ കട്ടയൊക്കെ ഉടയാണ്ട് കിടക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഇനി ഇതൊരു 2 പ്രാവശ്യം കൂടെ നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. എങ്കിലേ നന്നായിട്ട് കേക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ 3 തവണ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് വെറ്റ് ഇൻഗ്രീഡിയൻസ് അടിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 4 മീഡിയം വലിപ്പത്തിലുള്ള എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. വലിയ എഗ്ഗൊക്കെ ആണെങ്കിൽ ഒരു 3 വരെ എടുത്താൽ മതിയാവും. ഇതിലേക്ക് 1 ടീസ്പൂണ് ബട്ടർ സ്കോച്ച് എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. ഇപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ 2-3 പ്രാവശ്യമായിട്ടിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അത് ലോ സ്പീഡിലാട്ടോ ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. പിന്നെ നമുക്ക് സ്പീഡ് കൂട്ടിയിട്ട് കൊടുക്കുക. അപ്പോൾ ചെറുതായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ബാക്കി വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ ഞാനൊരു 3 തവണയായിട്ടോ ഇതിലേക്ക് പഞ്ചസാര പൊടിച്ച് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് പൊടിച്ച പഞ്ചസാര ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് പൊങ്ങി വരണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ നല്ലതുപോലെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ നമുക്ക് ഇത് കുറേശ്ശെയായിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കണ സമയത്ത് ഇതിലേക്ക് കുറേശ്ശെ ചേർത്തിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. ഈ ഒരു ടൈമിൽ നമ്മൾ ലോ സ്പീഡിലിട്ടാട്ടോ ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ കുറേശ്ശെയായിട്ട് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുമിച്ച് അങ്ങ് ചേർത്ത് കൊടുക്കേണ്ട. അപ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കുറേശ്ശെയായിട്ട് ചേർത്ത് ഒരു 20 സെക്കൻഡ് മാത്രം ഇതൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്കായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുമ്പോഴും ഒരുമിച്ച് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കരുത്. ഒരു 3-4 തവണയായിട്ട് വേണം ചേർത്ത് മിക്സ് ചെയ്തെടുക്കാൻ. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ 1/4 കപ്പ് പാലെടുത്ത് വെക്കുക. എന്നിട്ട് അതും കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആദ്യം കുറേശ്ശെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറേശ്ശെ പാല് ചേർത്തിട്ട് സാവധാനം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും പാലും തീരുന്നത് വരെ ഇതേ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ പാലും ഫുള്ളായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് വിനാഗിരിയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കേക്ക് ടിന്ന് എടുത്തിട്ട് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി കേക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മളൊരു ടൂപ്പിക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ സ്റ്റൗ ടോപ്പിലോ ഓവനിലോ വെച്ചിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള പ്രളയനും തയ്യാറാക്കി എടുക്കാം. 1/2 കപ്പ് നട്ട്സാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ കാഷ്നട്ടും ബദാമും അതുപോലെ തന്നെ പീനട്ടും ആണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ചെറുതായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഫ്ലെയിം കൂട്ടിയിട്ട് കൊടുക്കരുത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മളിത് ഇളക്കി കൊടുക്കേണ്ട ഒന്ന് പരത്തി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ കണ്ടോ പഞ്ചസാരക്ക് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് സൈഡൊക്കെ ഒന്ന് ബ്രൗൺ ആയിട്ട് വരാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്നും കൂടെ കളറ് മാറി വരട്ടെ. ആ ഒരു ടൈമിൽ വേണം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ ചെറുതായിട്ടൊന്ന് കളറ് മാറുന്ന സമയത്ത്. അപ്പോൾ കണ്ടോ ചെറുതായിട്ടൊന്ന് ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് ഫ്ലെയിം കൂട്ടിയിട്ട് കൊടുക്കരുത്, കരിഞ്ഞു പോകാനും പാടില്ല. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 പിഞ്ച് സോൾട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ അൺസാൾട്ടഡ് ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ സോൾട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സോൾട്ടഡ് ബട്ടർ ആണെങ്കിൽ നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട. ബട്ടർ നന്നായിട്ട് മെൽറ്റ് ചെയ്ത ശേഷം ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടുള്ള നട്ട്സും കൂടെ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിനായിട്ട് ഇഷ്ടമുള്ള നട്ട്സ് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ബട്ടറിലും അതുപോലെ തന്നെ കാരമൽ ഷുഗറിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് സമയമൊന്നും എടുക്കില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. സ്റ്റീൽ പാത്രത്തിൽ കുറച്ച് ബട്ടറൊക്കെ തടവി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചൂടോടെ തന്നെ ഇതിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ സ്റ്റീൽ പാത്രത്തിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഫോയിൽ പേപ്പറിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഇനി നല്ലതുപോലെ ഒന്ന് തണുത്ത ശേഷം നമുക്കിത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഏതാണ്ട് ഒരു 20 മിനിറ്റോളം സമയം എടുക്കും ഇതൊന്ന് സെറ്റായിട്ട് കിട്ടണമെങ്കിൽ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ബട്ടർ സ്കോച്ചിൻ്റെ ഒരു സോസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ചെറുതായിട്ട് ഷുഗറൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് ചെറുതായിട്ട് ഈ സൈഡിൽ നിന്നൊക്കെ ഒന്ന് കളറ് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ട് വരണം. ആ ഒരു ടൈമിൽ മാത്രമേ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഷുഗറൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. സൈഡിൽ നിന്നൊക്കെ കളറൊന്ന് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഫ്ലെയിം കൂട്ടിയിട്ട് കൊടുക്കരുത്. ഇനി ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ നിറമായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്കായിട്ട് ഒരു 1.5 ടേബിൾ സ്പൂണോളം ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ അൺസോൾട്ടഡ് ബട്ടറാണ് ഇതിലേക്കായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2-3 പിഞ്ച് സോൾട്ടും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ അൺസോൾട്ടഡ് ബട്ടർ ആയതുകൊണ്ടാണ് ഇതിലേക്ക് സോൾട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ സോൾട്ടഡ് ബട്ടറാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഇതിലേക്കായിട്ട് സോൾട്ട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ബട്ടർ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിപ്പിംഗ് ക്രീം ചേർത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കൈയെടുക്കാണ്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ക്രീം ചേർക്കുമ്പോൾ ഇതൊന്നും കൂടെ തിക്കായിട്ട് വരും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇതെല്ലാം കൂടെ ഒന്ന് ലൂസായി കിട്ടും കേട്ടോ. നമ്മൾ ആ ക്രീമി ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് എല്ലാം കൂടെ കട്ട പിടിച്ച പോലെ ഉണ്ടാവും. ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പയിലേക്ക് നമ്മൾ ഒഴിച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ടാണ് ഉണ്ടാവുക. ഒരുപാട് തിക്കായിട്ടുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ലൂസാക്കി എടുത്താൽ മതി. അതുപോലെ നേരത്തെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള പ്രളയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും വെച്ച് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുത്താൽ അത് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഒരുപാട് നൈസായിട്ട് പൊടിച്ചെടുക്കേണ്ട, കുറച്ചൊരു വലിയ പീസായിട്ട് പൊടിച്ചെടുക്കുമ്പോഴാട്ടോ ടേസ്റ്റ്. അപ്പോൾ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് തിക്കായിട്ടുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ വെച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കുക. അതുപോലെ തന്നെ കേക്ക് ഞാൻ 3 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ക്രീമൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ലേശം ബട്ടർ സ്കോച്ച് എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കേക്ക് ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു കേക്ക് ബോർഡിൻ്റെ അടിയിലായിട്ട് ലേശം ക്രീം വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു കേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നന്നായിട്ട് ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഷുഗർ സിറപ്പിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ പാലും കണ്ടൻസ് മിൽക്കും കൂടെ മിക്സ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്താലും ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വേണം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ക്രീം വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ നല്ലതുപോലെ എല്ലാ ഭാഗത്തും കവർ ചെയ്യുന്ന രീതിയിൽ ക്രീമാക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ബട്ടർ സ്കോച്ചിൻ്റെ ക്രീമും കൂടെ ലേശം ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റ് ആട്ടോ ഇതും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്തിട്ടുള്ള ആ നട്ട്സുകളുണ്ടല്ലോ, അത് ചെറുതായിട്ട് പൊടിച്ചെടുത്തില്ലേ, അത് കുറച്ചധികം ഇതിൻ്റെ നടുവിലായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള സെക്കൻഡ് ലെയറും തേർഡ് ലെയറൊക്കെ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ആദ്യം നമ്മളൊരു ക്രം കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 3/4 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക. അതിനുശേഷം വീണ്ടും എടുത്തിട്ട് ഇതിനൊന്നും കൂടെ നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് ക്രീം പൈപ്പിംഗ് ബാഗിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഏത് ഡിസൈനാണോ ഇഷ്ടം അതുപോലെ ചെയ്തെടുത്താൽ മതി. ഇനി കേക്കിൻ്റെ ചുറ്റിലായിട്ട് അടിഭാഗത്ത് ഞാൻ നേരത്തെ കാരമലൈസ് ചെയ്തിട്ട് നമ്മൾ ചെറുതായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള നട്ട്സാണ് ഇത് ചുറ്റിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ബട്ടർ സ്കോച്ചിൻ്റെ സോസാണ്. അത് ഞാൻ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഈ സൈഡിൽ കൂടെ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ നടുവിൽ ഞാൻ കുറച്ച് ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ ബട്ടർ സ്കോച്ചിൻ്റെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതൊരു 6 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം.